സംസ്ഥാനത്ത് അടുത്ത വർഷം പുറത്തിറങ്ങുന്ന പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ തന്നെ വരച്ച ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുണ്ടാകും. പ്രത്യേക പരിഗണന വേണ്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നുള്ള 23 വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി സംഘടിപ്പിച്ച ക്യാമ്പിലാണ് കുട്ടികൾ ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. ഉള്ളിൽ തെളിഞ്ഞ വലിയ ആശയങ്ങൾ കടലാസിലേക്ക് പകർത്തുകയാണ് ഈ കുഞ്ഞു കൈകൾ. അധ്യാപകരുടെ നിർദ്ദേശമുണ്ട്, പക്ഷേ ചിന്തയും വരെയും ഇവരുടേത് തന്നെ. തിരുവനന്തപുരത്തെ SCERT ആസ്ഥാനത്തെ ക്യാമ്പിലിരുന്ന് ഈ കുരുന്നുകൾ വരയ്ക്കുന്നത് അവർക്കും സഹപാഠികൾക്കുമുള്ള പുസ്തകത്തിലേക്കാണ്. 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ ഈ ചിത്രങ്ങൾ ഉണ്ടാകും. കൂട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ചിത്രരചനയിലും ജലച്ഛായത്തിലും പ്രതിഭകളായ ഇവരെ കണ്ടെത്തിയത്. 2 ദിവസത്തെ ക്യാമ്പിൽ സംസ്ഥാനത്തെ 11 ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കാളികളായി. കഴിഞ്ഞ തവണയും നമ്മൾ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് പാഠപുസ്തകത്തിൽ അവരുടെ മികച്ച രചനകൾ, ചിത്രങ്ങളും അതുപോലെ തന്നെ കഥയും കവിതയും ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. ഈ 2ാം ഘട്ടം പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ വിഭിന്നമായിക്കൊണ്ട് ഗോത്ര മേഖലകളിൽ നിന്നുള്ള നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെയും അവരുടെ മികച്ച ചിത്രങ്ങളെയും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേതൃത്വം കൊടുക്കുകയാണ്. ഈ വർഷം പുറത്തിറങ്ങിയ 1, 3, 5, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലും വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. സ്കൂൾ കലോത്സവത്തിൽ നിന്ന് കണ്ടെത്തിയ കുട്ടികളുടെ ചിത്രങ്ങളാണ് പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.